ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 26/9 ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടുള്ളത്. ഈ ഒരു എക്സാമിനേഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള എക്സാമിനേഷൻ ഡീറ്റെയിൽസും ജോബ് റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും അറിയുന്നതിനായിട്ട് പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ഇതിന്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.upsconline.nic.in എന്ന് വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് 16/10 ആണ്. ഒക്ടോബർ 16 തീയതി വൈകുന്നേരം 6 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ആരും മാക്സിമം ലാസ്റ്റിലേക്ക് വയ്ക്കാതെ മാക്സിമം മുന്നേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ ഒരു ജോബിൽ റിക്രൂട്ട്മെന്റ് വരുന്നത് 4 കാറ്റഗറീസിലേക്കാണ്: സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്രോക്സിമേറ്റ്ലി 474 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ 26 വാക്കൻസീസ് PWD കാൻഡിഡേറ്റ്സിനാണ്. ഇതുപോലെ തന്നെ SC/STക്കും OBCക്കും EWS കാൻഡിഡേറ്റ്സിനും ഒക്കെ തന്നെ റിസർവേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇതിനകത്ത് ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കാറ്റഗറീസിലും ഏതൊക്കെ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളതെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സാമിനേഷൻ സെന്റർ വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിൽ വരുന്നത് എറണാകുളം, തിരുവനന്തപുരം മാത്രമാണ്. ആൻഡ് മെയിൻ എക്സാമിനേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ടായിരിക്കാം. ആൻഡ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ജാനുവരി 1 2026 വെച്ചിട്ടാണ് ഏജ് കട്ട് ഓഫ് പറയുന്നത്. ജാനുവരി 2 1996 ജാനുവരി 2005 ഇടയിലുള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇല്ലാത്തവർക്ക് വേറെ കുറേ ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ വരുന്നത് 200 രൂപയാണ്. എക്സാമിനേഷൻ ഫീ വരുന്നത് ഇതിൽ ഫീമെയിൽസ്, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സിന് ഒന്നും തന്നെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ളവർക്ക് മാത്രം 200 രൂപ ഫീസ് അടച്ചാൽ മതിയാവും. ദെൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.upsconline.nic.in ആണ് ഈ വെബ്സൈറ്റ്. ആൻഡ് വെബ്സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 16 തീയതി വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നോക്കാം. എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 3 പേപ്പർ 3 പേപ്പറാണ് നിങ്ങൾക്ക് ഒരു എക്സാമിനേഷന് വരിക. അതിന് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളതും ഇതിനകത്ത് തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റേജസിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റേജിനകത്ത് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സർവീസ് ഇതിനകത്ത് വരുന്നത് മെയിൻ എക്സാമിനേഷന് വരുന്നത് കൺവെൻഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ആൻഡ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ 500 മാർക്കാണ്. 2 പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. പേപ്പർ 1-നകത്ത് 200 മാർക്ക്, പേപ്പർ 2-നകത്ത് 300 മാർക്ക്. അങ്ങനെ ടോട്ടൽ 500 മാർക്കിനാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക്, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് സ്റ്റേജ് 2-ലേക്ക് വരുന്ന സമയത്ത് ജനറൽ സ്റ്റഡീസും സ്റ്റേജ് 2-ലേക്ക് വരുന്ന സമയത്ത് കൺവെൻഷണൽ ടൈപ്പ് പേപ്പേഴ്സ് ആയിരിക്കും. 600 മാക്സിമം 600 മാർക്കാണ് വരുന്നത്. ഇതിൽ 300 മാർക്കാണ്. ഒരു പേപ്പർ 300 മാർക്ക് വെച്ചിട്ട് 2 പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റേജ് 3-ലേക്ക് വരുമ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് 200 മാർക്കിന്. ഈ 600 മാർക്കും ഈ 200 മാർക്കും ടോട്ടൽ 800 മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക.
ആൻഡ് ഇതിൽ ഓരോ എക്സാമിനേഷനും ഫോളോ ചെയ്യുന്ന പേപ്പർ 1ലും പേപ്പർ 2ലും ഏതൊക്കെയാണ് സബ്ജക്ട്സ് ചോദിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ പേപ്പർ 1ൽ എല്ലാവർക്കും ചോദിക്കുന്നത് ജനറൽ സ്റ്റഡീസും എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡും തന്നെയാണ്. 2 മണിക്കൂർ എക്സാമിനേഷനാണ്. 200 മാർക്കായിരിക്കും മാക്സിമം ഉണ്ടായിരിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കാം. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് പേപ്പർ 2 ആണെങ്കിൽ നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഡിസിപ്ലിന് വരുന്ന പേപ്പർ ആയിരിക്കും. സിവിൽ ആണെങ്കിൽ സിവിൽ ആയിരിക്കും, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ആ രീതിയിലായിരിക്കും. 3 മണിക്കൂർ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക, 300 മാർക്കായിരിക്കും. ആൻഡ് ഇത് കഴിഞ്ഞ് സ്റ്റേജ് 2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ഡിസിപ്ലിനാണോ കൊടുത്തിരിക്കുന്നത് ആ ഡിസിപ്ലിന് തന്നെയായിരിക്കും പേപ്പർ 1ഉം പേപ്പർ 2ഉം വരുന്നത്. 2 പേപ്പേഴ്സും 3 മണിക്കൂർ വീതം 300 മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക. ടോട്ടൽ 600 മാർക്കിനാണ് സ്റ്റേജ് 2 വരുന്നത്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്റ്റേജ് 3 200 മാർക്കിന് അതും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേപ്പേഴ്സും സ്റ്റേജ് 1 ആയിക്കോട്ടെ സ്റ്റേജ് 2 ആയിക്കോട്ടെ ഓരോ പേപ്പറും ഫോളോ ചെയ്യുന്ന എക്സാമിനേഷൻ സിലബസ് ഈ ഒരു PDF തന്നെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സിലബസ് വായിച്ചു നോക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്തുള്ളത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബിനെയോ എക്സാമിനേഷനെ സംബന്ധിച്ചോ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് ഡൗട്ട്സ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനും എക്സാമിനേഷൻ ഡീറ്റെയിൽസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.